ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. പണ്ട് കാലത്തൊക്കെ എല്ലാ വീട്ടിലും തന്നെ തയ്യാറാക്കുന്ന ഒന്നായിരുന്നു അവലോസ് പൊടി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവലോസ് പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പച്ചരി ഒരു മിക്സിയുടെ കപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ പച്ചരി പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് വേണം അരി പൊടിച്ചെടുക്കാൻ. ഇപ്പം ഞാൻ ഫസ്റ്റ് ബാച്ച് അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയോടുകൂടി നമ്മുടെ പുട്ടുപൊടിയുടെയൊക്കെ ആ ഒരു പാകത്തിലാണ് പച്ചരി ഞാനിപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അവലോസ് പൊടിക്ക് അരി പൊടിച്ചെടുക്കുമ്പോൾ പുട്ടുപൊടിയുടെയൊക്കെ പാകത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. ഈ പൊടിച്ച പച്ചരി ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചരിയും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ കുതിർത്ത് വെച്ചിരുന്ന മുഴുവൻ പച്ചരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ജീരകപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ തേങ്ങയിലുള്ള ജലാംശം കൊണ്ട് തന്നെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ തേങ്ങയും പൊടിയും ജീരകവും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ തേങ്ങയൊക്കെ പൊടിയുടെ എല്ലാ സൈഡിലും ഒന്നായി വരുമ്പോഴേക്കും പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടും. അപ്പോൾ പുട്ടുപൊടിയുടെ ആ ഒരു പാകത്തിലാണ് നമ്മൾ അവലോസ് പൊടിക്ക് വേണ്ടിയിട്ട് പൊടി നനച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങയും പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു വലിയ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ അവലോസ് പൊടി വറുത്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ താഴെയുള്ള പൊടി പെട്ടെന്ന് തന്നെ മൂത്തു പോവും. അപ്പോൾ അവലോസ് പൊടിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും. പൊടി മൂത്ത് തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ഒരു വൈറ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരും. നമ്മൾ തീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും തീ കുറച്ച് നേരം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം പിന്നെയും കൂട്ടി വെക്കുക. അങ്ങനെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം അവലോസ് പൊടി വറുത്തെടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈവനിങ് ടൈമിൽ നല്ല ചൂട് കാപ്പിയുടെ കൂടെ കുറച്ച് അവലോസ് പൊടി അതിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഇതുപോലെ അവലോസ് പൊടി കൊണ്ടുപോകും. അതിൽ കുറച്ച് പഴവും പഞ്ചസാരയൊക്കെ ചേർത്ത് കുഴച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ കട്ടകൾ പോലെയുണ്ട്. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിനെ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ചട്ടി നല്ല ചൂടായതുകൊണ്ട് നമ്മൾ 1-2 മിനിറ്റ് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കണം. അപ്പോൾ നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്